ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നശ്റുൽ ഇൽമ് പ്രചരിപ്പിക്കുക വല്ലാത്ത പുണ്യമുള്ള ഒരു കർമ്മമാണ്. അള്ളാഹു ഇഖ്ലാസും നല്ല നിയ്യത്തൊക്കെ തരട്ടെ, എന്നാലിപ്പോൾ കാര്യം കിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൽ നല്ല സുഖ, ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമുക്ക് അറിവുകൾ എത്തിക്കാം. ആ നിലക്ക് നല്ല സൗകര്യ, നിയ്യത്ത് മാറിപ്പോവില്ലത്. ഇന്ന് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, സൂര്യൻ ഉദിച്ച ദിവസങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വണ്ണവും വലിപ്പവും, ഇതിൽ വർദ്ധിപ്പിക്കേണ്ട സ്വലാത്തിൻ്റെയും അൽക്കഫിൻ്റെയൊക്കെ ശ്രേഷ്ഠതകളും അളുമത്തുകളൊക്കെ നമുക്ക് എപ്പോഴാണ് തിരിയറിയും? നമ്മൾ ഖബർക്കണ്ടെത്തണം, മരിച്ചണം. അപ്പം തിരിയും ഓരോ ഹറക്കത്തിൻ്റെയും സുക്കൂനിൻ്റെയും ചലനത്തിൻ്റെയും നിശ്ചലനത്തിൻ്റെയും അതിൽ നാം ഉണ്ടാക്കിയെടുത്ത നന്മയുടെയും തിന്മയുടെയും വലുപ്പം തിരിയും. ഇപ്പം നമ്മൾ മരിച്ചിട്ടില്ല, നല്ല അധ്വാനിക്കുക. അള്ളാഹു സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അൽക്കഫും വർദ്ധിപ്പിക്കണം. മാഷാ അല്ലാഹ്. അൽക്കഫ് ഓതാത്തൊലൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. ഹബീബിനെ കാണാൻ ചെല്ലണം. ഇവിടുന്ന് തന്നെ സലാം പറയുക, സ്വലാത്ത് ചൊല്ലുക. എന്നാലും മദീനയിൽ പോയിട്ട്, അവിടുത്തെ സവിധത്തിൽ പോയിട്ട് ഉള്ള സ്വലാത്ത്, ആവലാദി, ഇസ്തിഗ്ഫാർ, മാഷാ അല്ലാഹ്. നബിയേ, എനിക്ക് സ്വർഗം വേണം. പൊട്ടൻ വഹാബിക്ക് തിരിഞ്ഞിട്ടില്ല. എന്തോരവർക്ക് എന്ത് ഇസ്തിഗ്ഫാർ, എന്ത് തവസ്സുല്, എന്ത് ഇസ്തിഗാസ. നബിയേ, എനിക്ക് സ്വർഗം നൽകണേ. അവിടെ ഇപ്പം ചോദിക്കുക, ഇവിടുന്ന് ചോദിക്കുക. അവിടെ പോകുമ്പോൾ ഒന്നും ക്വാളിറ്റി കൂടും, ക്വാണ്ടിറ്റി കൂടും. നബിയെ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ ചോദിക്കുക. ഇസ്തിഗ്ഫാർ അഥവായത് ശഫാഅത്തിന് കുറേ ആളുകൾക്ക് അല്ലാഹു തആല അർഹത, ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ആ അർഹതയുള്ള ആളുകളോട് നമുക്ക് ശഫാഅത്ത് ചോദിക്കാം. അപ്പം നബിയെ, എനിക്ക് സ്വർഗം നൽകണേ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് സ്വർഗം കിട്ടാനുള്ള പണിയെടുക്കാൻ കേട്ടോ. നമ്മൾ പറയില്ലേ, സാറേ ആ കാര്യം ശരിയാക്കി തരണേ. അല്ലെങ്കിൽ സാറ് എൻ്റെ ഇഷ്ടക്കാരനോട് പറയും, എടാ ഇതാ കാര്യം ശരിയാക്കി തരാം. ശരിയാക്കി തരല് സാറേ കാര്യം. അങ്ങനെയൊക്കെ ഉണ്ടാവും. കാര്യപ്പെട്ട ഒരാളടുത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ മൂപ്പരെടുത്തേക്കാൻ ബുദ്ധിമുട്ടിന് അതിൻ്റെ അടുത്ത ആളോട്, മൂപ്പരെ പിയനോട്, മൂപ്പരെ ബന്ധപ്പെട്ട ആളോട് പറയും, എടാ ഇതാ കാര്യം ശരിയാക്കി തരണം കേട്ടോ. അതായത് ആ കാര്യം ശരിയാവുള്ള പണിയെടുക്കുക എന്നതിനർത്ഥം. ഓനല്ല ശരിയാക്കി തരിക. അതാണോ ഇസ്തിഗ്ഫാർ? ശഫാഅത്ത് ചോദിക്കുക. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഹബീബിനോട് ചെയ്യാ, സുന്നത്താണിത്. അതും വഹാബിക്ക് തിരിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻസാറനീ ബഅദ വഫാത്തി ഫകഅന്നമാ സാറനീ ഫീ ഹയാത്തി. മൻസാറനി, എന്നെ വല്ലവനും സന്ദർശിച്ചാൽ, ബഅദ വഫാത്തി, എൻ്റെ വഫാത്തിൻ്റെ ശേഷം, റസൂൽ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വഫാത്തായതിന് ശേഷം എന്നെ വല്ലവനും കാണാൻ വന്നാൽ, എൻ്റെ ഹുജറയിലേക്കെത്തിയാൽ, എൻ്റെ മഖ്ബറയിലേക്കെത്തിയാൽ, ഫകഅന്നമാ സാറനീ ഫീ ഹയാത്തി,
ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചത് പോലെയാണ്. മാഷാ അല്ലാ. എന്തിനാ പോലെ സന്ദർശിക്കുന്നത്? എന്തിനാണത്? ഇതിനൊക്കെ തന്നെ ഹയാത്ത് കാലത്ത് എന്തിനാ പോണത്? അതിനെ തന്നെയാണ് പിന്നെയും പോണത്. മാഷാ അല്ലാ. അപ്പോൾ കാശുള്ള ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ണ് തിരിച്ചാൽ നിൽക്കണ്ട. നിർബന്ധമായ ബാധ്യതകൾ വീട്ടണം. ഹബീബിനെ കാണാൻ പോകണം, മദീനയിലേക്ക് ചെല്ലണം. മേരാ ദിൽ തടപ്പ് രഹാ ഹേ, മേരാ ജൽ രഹാ ഹസീന, की दवा वही मिलेगी, मुझे ले चलो मदीना, मुझे ले चलो मदीना, दीदार मुस्तफ़ा को आंगे. ബാക്കി എന്താ ഓർമ്മയില്ല. दीदार मुस्तफ़ा को आंगे डैश दुश्वार हो गया है उनके बगैर जीना. मेरा दिल, എൻ്റെ മനസ്സ് തടപ്പരാഹെ വെമ്പൽ കൊള്ളുക. എന്തിനാപ്പത്? മദീനയിൽ പോവാൻ, മദീനയിൽ ചെല്ലാൻ, അവിടെ പോയി ഇസ്തിഗ്ഫാർ നടത്താൻ, സലാം പറയാൻ, അവിടെ പോയി സ്വലാത്ത് ചൊല്ലാൻ. മേരാ ജൽ രഹാ ഹസീന, മേരാ സീന ജൽ രഹാ ഹെ. എൻ്റെ ഹൃദയം കത്തുകയാണ്. ആ നിൽക്കുള്ള കത്ത് എന്തേ ദവാ വഹി മിലേഗി. എടോ, മരുന്ന് അവിടെ കിട്ടൂ. ഹൃദയവേദനക്കുള്ള, പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് അവിടെ ലഭിക്കൂ. ഇവിടെ മദീന മദീന മദീന. അതുകൊണ്ട് എന്നെ മുജലേ ചലോ മദീന, മദീനയിലേക്ക് കൊണ്ടുപോകൂ. പണ്ടൊരാശിക്ക് പാടിയില്ലേ, നമ്മൾ വെറുതെ പാടുക. അത് കൽബിൽ നിന്ന് വരണം. ദുശ്വാർ ഹോ ഗയാ ഹേ ഉൻകെ ബിഗൈർ ജീന. വല്ലാത്ത ക്ലേശമാണ് ജീവിതം ഹബീബില്ലാതെ. ദുശ്വാറാണ്. അല്ലാഹു തആല ആ ഹബീബിനെ ഒരു നോക്ക് സ്വപ്നത്തിൽ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ ഹബീബിൻ്റെ ഷഫായത്ത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.